കണ്ണൂരിൽ ഡിവൈഎഫ്ഐ നേതാവായിരുന്ന ജില്ലാ നേതാവായിരുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന മനു തോമസ് രാജിവെച്ചിരിക്കും. സാധാരണഗതിയിൽ CPM-ൽ രാജിയില്ല, ഒഴിവാക്കും, അല്ലെങ്കിൽ അവരെ പുറത്താക്കും. ശക്തമായി എന്തെങ്കിലും നടപടിയെടുത്താൽ പുറത്താക്കും. മനു തോമസിന്റെ കാര്യത്തിലുള്ള പ്രത്യേകത, മനു തോമസിനെ പാർട്ടി ഇതുവരെ പുറത്താക്കിയില്ല എന്നുള്ളത്. മാത്രവുമല്ല, MV ജയരാജൻ എന്ന ജില്ലാ സെക്രട്ടറി മനു തോമസിന് എപ്പോൾ വേണമെങ്കിലും മടങ്ങി വരാം, അദ്ദേഹത്തിന്റെ പരാതികളൊക്കെ കേൾക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നേതാവിനോട് ഇങ്ങനെ പറഞ്ഞിരിക്കുക. അതെന്തുകൊണ്ടാണ്? ഇതാണ് കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ അന്തർധാര. മനു തോമസ് പുറത്തു വന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ 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 കൃത്യമാണ്. മനു തോമസിന്റെ വിവാദവും നമുക്ക് തൊട്ടു മുമ്പ് ഉണ്ടായ പോരാളി ഷാജിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കാണണം. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വല്ലാതെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് P. ജയരാജൻ. ജയരാജൻ നമുക്കറിയാം, ഒരുപാട് നടപടികൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ആളാണ്. നടപടി എന്ന് പറഞ്ഞാൽ പലരും ജില്ലാ സെക്രട്ടറിമാർ പാർലമെന്റിലേക്ക് മത്സരിച്ചു, അവർ തോറ്റവരൊക്കെ തിരിച്ച് ജില്ലാ സെക്രട്ടറി P. ജയരാജൻ ഒഴിച്ചു. എന്ന് മാത്രമല്ല, അവസാനം ജയരാജനെ കൊടുത്തൊരു പോസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശോഭന ജോർജ് വഹിച്ചിരുന്ന ഒരു പോസ്റ്റ്, ഖാദി ബോർഡിന്റെ ചെയർമാൻ. ശോഭന ജോർജ് CPM-ന്ന് അല്ല കോൺഗ്രസിൽ നിന്ന് കാലുമാറി വന്ന ശോഭന ജോർജിന് കൊടുത്ത അതേ പോസ്റ്റാണ് ഇത്തവണ ജയരാജന് കൊടുത്തത്. ശോഭന ജോർജ് മോശമാണോ എന്നല്ല, ജയരാജൻ എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളത് നേരിട്ട് CPM-ഉം RSS-ഉമായിട്ടുള്ള സംഘർഷത്തിൽ നേരിട്ട് അനുഭവിച്ചിട്ടുള്ള, ഏതാണ്ട് മരണത്തിനോടൊപ്പം എത്തി ഒരു ഓണ ദിവസം വെട്ടുകൊണ്ട് വീണ് തകർന്ന ഒരാളാണ്. മാത്രവുമല്ല, ജയരാജൻ ഒരു അഴിമതിക്കാരനാണെന്ന് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരുപക്ഷെ കൊലപാതകം, ബോംബ് നിർമ്മാണം തുടങ്ങിയ സുകുമാര കലകളിൽ അദ്ദേഹം വിദഗ്ധനായിരിക്കും. പക്ഷേ അദ്ദേഹം ഒരു കൊലപാതകി, അദ്ദേഹം ഒരു അഴിമതിക്കാരനാണ് എന്ന് ആരും ഇതുവരെ പറഞ്ഞു കേട്ടില്ല. പക്ഷെ മനു തോമസിന്റെ വെളിപ്പെടുത്തൽ അതിശക്തമായ, അദ്ദേഹം പറഞ്ഞ 2-3 കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. ഒന്ന്, ജയരാജന് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും ജയരാജന്റെ മകൻ, ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ കൈകാര്യം ചെയ്യുന്ന അദ്ദേഹമാണ്. ജയരാജന്റെ മകനെതിരായി അതിരൂക്ഷമായ ആക്രമണമാണ് നടത്തിയിട്ടുള്ളത്. സ്വർണ്ണ തട്ടിപ്പ് കേസിൽ സ്വർണ്ണ കള്ളക്കടത്തുകാരെ വീഴുന്ന എന്ന് പറഞ്ഞാൽ, ഒരു സാമാന്യ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കള്ളനെ വെല്ലുന്ന മറ്റൊരു കള്ളൻ, അതിനേക്കാൾ വലിയ കള്ളൻ. സ്വർണ്ണ കള്ളക്കടത്തുകാരുടെ ടിപ്പ് കിട്ടി അവരെ തടഞ്ഞു നിർത്തി ആ സ്വർണം മേടിക്കുക. അത് ചിലപ്പോൾ നമുക്ക് ശരിയാണെന്ന് പറയാം, കാരണം കള്ളക്കടത്തുകാരനാണല്ലോ എന്തായാലും. അപ്പോ അങ്ങനെ ചെയ്യുന്ന ആളാണ്, അവരുമായി ബന്ധമുള്ള ആളാണ്, അവരെ നിയന്ത്രിക്കുന്ന ആളാണ്, വലിയ അഴിമതി നടത്തുന്ന ആളാണ്, മക്കളെ വെച്ച് ഒരുപാട് പണം സമ്പാദിക്കുന്ന ആളാണ് എന്ന് വരുന്ന രൂപത്തിൽ അതിശക്തമായ ആക്രമണമാണ് മനു തോമസ് പുറത്തു നടത്തിയത്. പാർട്ടിക്കകത്ത് ഇക്കാര്യം ചർച്ച ചെയ്യണമെന്ന് പലവട്ടം താൻ ആവശ്യപ്പെട്ടിട്ടും ജില്ലാ കമ്മിറ്റിയിൽ പോലും ഇത് ചർച്ച ചെയ്യാൻ പാർട്ടി നേതൃത്വം തയ്യാറായില്ല എന്നും, താനൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നും, തനിക്ക് ഇതിൽ നിന്ന് പണം സമ്പാദിക്കേണ്ട കാര്യമില്ല എന്നും. നിങ്ങൾ ഓർക്കുക, ഇതേ വാചകം ഏതാണ്ട് ഇതുപോലെ തന്നെ പോരാളി ഷാജിയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അഴിമതിക്കാരാണ്, ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. പോരാളി ഷാജി ആരാണ് എന്നൊന്നും അറിയില്ല എന്നൊക്കെ MV ജയരാജൻ പറഞ്ഞതൊക്കെ നമ്മൾ ചർച്ച ചെയ്തത്. കണ്ണൂർക്കാർക്ക് എല്ലാവർക്കും അറിയാം ആരാണ് പോരാളി ഷാജി, അല്ലെങ്കിൽ ആരൊക്കെ പിന്നിലുണ്ട്. റെഡ് ആർമിയും അതുപോലെ വാഴ്ത്തുപാട്ടുകളും ഒക്കെ ജയരാജൻ തെറ്റാണ് ചെയ്തത് എന്ന് PJ ആർമിയൊക്കെ ഉണ്ടായിരുന്നത്. ജയരാജൻ വലിയ കുറ്റമാണ് പാർട്ടിയോട് ചെയ്തത്, വ്യക്തിയെ മഹത്വവൽക്കരിക്കാൻ പാടില്ല, പക്ഷേ തിരുവാതിര കളിയാവാം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഏതായാലും ജയരാജന്റെ വാഴ്ത്തുപാട്ട് പാർട്ടി നിരോധിച്ചു. ആ ജയരാജനെ കുറിച്ച്, ജയരാജൻ അഴിമതിക്കാരനാണ്, വലിയ തോതിൽ മാഫിയ സംഘങ്ങളുണ്ട്, ഗുണ്ടാ സംഘങ്ങളുണ്ട് എന്നൊക്കെ അർത്ഥം വരുന്ന രൂപത്തിൽ മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലുകൾ വളരെ ശക്തമായ തിരിച്ചടിയായി. അതിനെതിരെ ആദ്യം ജയരാജന്റെ മകൻ, പിന്നെ ഏറ്റവും രസകരമായ കാര്യം, ഒരു തില്ലങ്കേരി രംഗത്ത് വരും. പ്രകാശ് തില്ലങ്കേരി, അങ്ങനെ ഒരാൾ, ആകാശ് തില്ലങ്കേരി.
ആകാശ് തില്ലങ്കേരി വന്നിട്ട് ഈ മനു തോമസിനെ നിന്നെ അവസാനിപ്പിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം, പാർട്ടിയെ എതിർത്താൽ എത്ര ദിവസം ജീവിക്കും എന്ന രൂപത്തിൽ. അത് കറക്റ്റാ. ആ പണിയാണ് ജയരാജനും കൂട്ടർക്കും നന്നായി അറിയാവുന്നത്. ഒരാൾ ഇത്ര ദിവസം ടൈം കൊടുത്ത് ശരിയാക്കണമെങ്കിൽ ജയരാജൻ വെച്ചാൽ പറ്റും. ടി പി ചന്ദ്രശേഖരൻ വധത്തിൽ അടക്കമുണ്ടായ കാര്യങ്ങൾ നമുക്കറിയാം. പലവിധ കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ജോയ് മാത്യുവിന്റെ സിനിമയൊക്കെ ഈ അടുത്ത കാലത്ത് ചാവേർ വന്നതൊക്കെ അവിടെ നടന്ന ഒരു നേതാവുമായി ബന്ധപ്പെട്ട് നടന്ന കഥയാണ് എന്ന് കണ്ണൂർ രാഷ്ട്രീയം നോക്കുന്ന ആളുകൾക്കറിയാം. ഒരു ഉന്നതനായ നേതാവിന്റെ മകളെ പ്രേമിച്ച ഒരാളെ കൊല്ലാൻ പാർട്ടി വിരുദ്ധൻ എന്ന രൂപത്തിൽ കൊട്ടേഷൻ കൊടുത്ത കഥയൊക്കെ കണ്ണൂരിലുണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. പ്രധാന പ്രശ്നത്തിലേക്ക് വരാം. ആകാശ് തില്ലങ്കേരി എന്ന് പറയുന്ന ആൾ, അയാൾ പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് ആരാ പറഞ്ഞെന്നറിയോ? പാർട്ടി സെക്രട്ടറി. ഇയാളെ കൊണ്ട് ശല്യമായി, അയാൾ കേസിൽ പ്രതിയായി. ഈ ആകാശ് തില്ലങ്കേരി എന്നെ പോലെയുള്ള ആളുകൾ, ഞാൻ മാത്രമല്ല, കെ രമ മുതൽ ഞാൻ വരെയുള്ള എല്ലാവർക്കും എതിരെ പറയാത്ത തെറിയില്ല. അത്രയധികം ആക്രമണം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹം. പാർട്ടിയുടെ ആളല്ല. ഇപ്പൊ പോരാളി ഷാജിയെ പറ്റി പറഞ്ഞ പോലെ പാർട്ടിയുടെ ആളല്ല എന്ന് ആകാശ് തില്ലങ്കേരി പറയുന്നു. ഇപ്പൊ നമുക്ക് ഏതാണ്ട് കാര്യങ്ങൾ കൂട്ടി വായിക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ ചോദ്യം അതല്ല, ആരാണ് ഇവരുടെ പിന്നിൽ? ജയരാജൻ ഏറ്റവും ഒടുവിൽ നിയമ വഴി തേടാൻ പോകുന്നു. എനിക്ക് ചിരി വരുന്നുണ്ട്. ജയരാജൻ നിയമ വഴി തേടുക എന്നുള്ളത് ഒരുപക്ഷെ ഞാൻ എന്താ ഉദാഹരണം പറഞ്ഞാൽ വളരെ മോശമായി പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പാതിവൃത്യത്തെ കുറിച്ചൊക്കെ ചിലർ സംസാരിക്കണ പറ്റാത്ത ചില ആളുകളുണ്ടല്ലോ, അവര് പാതിവൃത്യത്തെ കുറിച്ച് സംസാരിച്ചാൽ എങ്ങനെ ഇരിക്കും എന്നതുപോലെ ഇരിക്കും. അപ്പൊ ഇവിടെ അദ്ദേഹം നിയമപരമായി പോട്ടെ, അതെന്താ വെച്ചാൽ അറിയട്ടെ, മനു തോമസ് അതിനെ നേരിടുമോ എന്ന് പോട്ടെ. പ്രധാന പ്രശ്നം, മനു തോമസിനെതിരെ ഇതുവരെ പാർട്ടി ഔദ്യോഗികമായി ജില്ലാ സെക്രട്ടറി അടക്കം ഒരു നിലപാടും എടുത്തിട്ടില്ല എന്ന് ശ്രദ്ധിക്കുക. കണ്ണൂർ രാഷ്ട്രീയം പല വഴിയായി പിരിയുന്നതിന്റെ ഒന്നായി നിന്നേക രണ്ടാലെന്ന് കണ്ട അളവിൽ, അത് മൂന്നെന്ന് കണ്ട അളവിൽ എന്നൊരവസ്ഥയിൽ കണ്ണൂർ രാഷ്ട്രീയം എത്തി നിൽക്കുന്നു എന്ന് പറയാം. ഇത് ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ പറഞ്ഞ ആളാണ് പി ജയരാജൻ എന്ന് ഓർക്കുക. അത് ആ അമ്പ് എവിടെയാ കൊണ്ടത്? ആ അമ്പ് കൊണ്ടത് മുഖ്യമന്ത്രിയിൽ തന്നെയാണ്. ഇപ്പോൾ കണ്ണൂർ രാഷ്ട്രീയത്തിന്റെ, കേരള രാഷ്ട്രീയത്തിന്റെ, CPM രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശക്തി കേന്ദ്രം ഒരാളാണ് എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. ആ ഒരാൾക്ക് നേരെയാണ് ശൈലജയെ അവിടെ മത്സരിപ്പിച്ച് ശരിയായില്ല എന്ന് ജനങ്ങൾ കരുതുന്നു. ജനങ്ങൾ കരുതുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മുഴുവൻ ഒപ്പീനിയൻ പോളിൽ എടുത്തിട്ടൊന്നുമല്ലല്ലോ, ജയരാജൻ കരുതുന്നു എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. ഏതായാലും ജയരാജനെതിരായി ഒരു സൈന്യം CPM കൊണ്ട് രൂപപ്പെടുത്തുന്നുണ്ട്. ആ സൈന്യത്തിലെ ഒരു ഭടനായി മാറുമോ മനു തോമസ് എന്നതാണ് ഒരു ചോദ്യം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ജില്ലാ സെക്രട്ടറിയും MV ജയരാജനും ഒക്കെ ഉള്ള നേതാവും അതുപോലെ സംസ്ഥാന സെക്രട്ടറിയും മുഖ്യമന്ത്രിയും അടങ്ങുന്ന കണ്ണൂരിലെ ഔദ്യോഗിക വിഭാഗം അവർ തന്നെയാണ് മനു തോമസിനെ രംഗത്തിറക്കിയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മൂന്നാമതൊരു ഗ്രൂപ്പ് കൂടി അവിടെ ഉണ്ട്. ഏതാണ്ട് ആകാശത്ത് ഭൂമിയിലും അല്ലാതെ തൃശങ്കുവിൽ നിൽക്കുന്ന EP ജയരാജൻ ഗ്രൂപ്പ്. EP ജയരാജൻ ആരുടെ കൂടെ നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല. ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പിൽ EP ജയരാജന്റെ റോൾ എന്തായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യമുണ്ട്. നമ്മൾ നവകേരള സദസ്സ് നടത്തിയപ്പോൾ EP ജയരാജനെ പലപ്പോഴും കണ്ടില്ല, കണ്ണൂരൊന്നും കണ്ടില്ല. അവസാനം തൃശ്ശൂർ വന്നു. അദ്ദേഹം വലിയ യോഗം, മുഖ്യമന്ത്രി വിളിച്ച യോഗം നടക്കുമ്പോൾ നെല്ലാൽ നന്ദകുമാറിന്റെ വീട്ടിൽ ഏതോ ഷഡ്ശബ്ദ പൂർത്തിക്കോ എന്തോ പിറന്നാളിന്, അമ്മയുടെ പിറന്നാളിന് പുടവ കൊടുക്കാൻ പോയി എന്നൊക്കെയാണ് നമ്മൾ കേട്ടത്. അപ്പൊ മുഖ്യമന്ത്രിയുടെ പരിപാടിയേക്കാൾ പ്രധാനം അദ്ദേഹത്തിന് ഇതാണ് എന്ന് വരുന്നു. അതൊക്കെ അന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ EP ജയരാജൻ എവിടെ നിൽക്കും? P ജയരാജന്റെ കൂടെ ആരൊക്കെ ഉണ്ടാകും? P ജയരാജൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഫേസ് എന്ന് പറയുന്നത് താൻ അഴിമതി വിരുദ്ധനാണ്, സത്യസന്ധനാണ്, പാർട്ടി സ്നേഹിയാണെന്നാണ്. അത് അടിച്ചു തകർക്കാൻ ഔദ്യോഗിക നേതൃത്വം എറിഞ്ഞ ബോംബാണോ മനു തോമസ്? മനു തോമസിനെ കോൺഗ്രസും വിളിച്ചിട്ടുണ്ട്, സുധാകരൻ വിളിച്ചിട്ടുണ്ട്. മനു തോമസിന് എല്ലാവിധ സംരക്ഷണവും നൽകും എന്ന് കെ സുധാകരൻ KPC പ്രസിഡന്റ് പറഞ്ഞു. അബ്ദുള്ളക്കുട്ടി കുറെ കൂടി സുധാരമായി, താങ്കൾ വരൂ, BJP-യിലേക്ക് വരൂ എന്ന് മനു തോമസിനോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെയൊന്നും കരുതുന്നില്ല. മനു തോമസ് അങ്ങനെ ഏതെങ്കിലും പാർട്ടി വിട്ടു പോകുന്ന ആളല്ല. മനു തോമസ് കൃത്യമായ ലക്ഷ്യങ്ങളോടെ രംഗത്തിറങ്ങിയിട്ടുള്ള ആളാണ്. അല്ലെങ്കിൽ ഇത്രയും പറഞ്ഞ മനു തോമസിനെതിരെ
സ്റ്റേറ്റ് കമ്മിറ്റിയോ ജില്ലാ കമ്മിറ്റിയോ, ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു ആലവി, ഔദ്യോഗികമായി ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും വിവാദങ്ങൾ അവിടെ നടക്കുകയാണ്. ഇപ്പൊ മനു തോമസ് പി ജയരാജനെ അടിക്കുന്നത് പാർട്ടിയിൽ ചില ആളുകൾക്ക് രസിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ കണ്ണൂർ രാഷ്ട്രീയം കലങ്ങി മറിയുക. കണ്ണൂർ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോൾ CPM-ന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കേന്ദ്രമാണ്. മുസ്ലിം ലീഗിന് മലപ്പുറം എന്ന് പറയുന്നത് പോലെയാണ് CPM-ന് കണ്ണൂർ. കണ്ണൂരിന് പുറത്ത് ഉറപ്പുള്ള സീറ്റൊന്നും, അല്ലെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ 1-2 സീറ്റൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ പ്രതിസന്ധിയുണ്ട്. CPM-ന്റെ പ്രതിസന്ധിയാണോ ഇത്, അതോ ഒരു പ്രതിസന്ധി തീർക്കാൻ, പി ജയരാജൻ എന്ന പ്രതിസന്ധി തീർക്കാൻ CPM വിട്ട ഭൂതമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മന്ത്രവാദമാണോ മനു തോമസ് എന്ന കാലം തെളിയിച്ചു.